സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം ആളില്ലാ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി ചെല്ലുന്നിടത്തൊന്നും ആളില്ല. ഇത് പാർട്ടി അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു സംഭവമാണ്. ഇതിനു മുമ്പ് വടകരയിലും ആളില്ലാതെ ക്ഷുഭിതനായിട്ടൊക്കെ പോയതാണ്. ആലപ്പുഴയിൽ കാണുന്നത് അത്തരത്തിലൊരു രംഗമാണ്, ആളില്ലാതെ വരുന്നത്. വിജയനാഥ് ഒരു ഫലിതം പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിരി വന്നില്ല. അതിലൊരു നർമ്മവും ഇല്ലെന്ന് എനിക്ക്. ഞാൻ ചിരിക്കാതിരിക്കുക. അതിന് എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ ഫലിതം ക്ലിക്ക് ചെയ്യണം, അത് നിങ്ങളുടെ ചുമതലയാണ്. ഇല്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യം. നിങ്ങളുടെ ഫലിതം നന്നാക്കുക, നിങ്ങളതാ ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ണാടി മോശമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ മുഖം മോശമാണെന്ന് പറഞ്ഞ് നമ്മൾ കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മന്ത്രിസഭയുടെ പ്രതിച്ഛായ വളരെ മോശമാണ്. കണ്ണാടി കാണുമ്പോളം നിരൂപിക്കുന്ന പോലെ നിരൂപിക്കുന്നത് നമ്പർ 1 ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കൂ, ചുറ്റും കാണുന്നവരൊക്കെ പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ, സാക്ഷരരല്ലേ? പക്ഷേ നിങ്ങൾ തന്നെ സാക്ഷരരാക്കിയ ആൾക്കാർ പത്രം വായിക്കുമ്പോൾ എന്താ വാർത്തകൾ കാണുന്നത്? പേപ്പട്ടി വിഷബാധയുടെ കുത്തിവയ്പ്പ് കിട്ടിയ കുട്ടികളൊക്കെ മരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സങ്കടങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും? ആ അമ്മയുടെ കരച്ചിൽ പോട്ടെ, ജീവനോടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ സഹോദരി ശവമായിട്ട് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ആങ്ങളെ കരയുന്ന കരച്ചിൽ, കുഞ്ഞുനൂറിൻ്റെ കരച്ചിൽ പോലെ, ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കുഞ്ഞുനൂറിൻ്റെ കരച്ചിലല്ലേ? ആർക്കാണ്? ഹൃദയമുള്ളവർക്ക് ചങ്ക് പൊട്ടുകയില്ലേ? പോട്ടെ, പഹൽഗാം ഭീകരർ പോലെ ഭീകരരാണെങ്കിൽ അവർക്കത് പ്രശ്നമല്ല, അത് ചിരിക്കും. ഖസാബിനെ പോലുള്ളവരാണെങ്കിൽ ചിരിക്കും. ഞങ്ങളൊന്നും അങ്ങനെയുള്ളവരല്ലല്ലോ സഖാബേ. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കിത് കാണുമ്പോൾ സങ്കടം വരുന്നു. എന്താ ചെയ്ത ആ കുട്ടികളോട്? നിങ്ങൾ എന്താ നീചവൃത്തിയാണ് ചെയ്തത്? രണ്ടാമത് വാക്സിൻ വന്നപ്പോൾ ആ കോഴിക്കോട്ടെ കുട്ടിക്ക് മരുന്ന് നിർദ്ദേശിച്ച് ചികിത്സിച്ചതൊരു PG ഡോക്ടറാണ്. ജീവൻ അപകടത്തിലായിട്ട് വന്നപ്പോൾ PG ഡോക്ടറെ കുറിച്ച മരുന്ന് എങ്ങും കിട്ടുന്ന മരുന്നല്ല, കേരളത്തിലെങ്ങും കിട്ടുന്ന മരുന്നല്ല, ഇന്ത്യയിലെങ്ങും കിട്ടുന്ന മരുന്നല്ല, കുറിച്ച് കൊടുത്തു. ഉത്തരവാദിത്തമല്ല ഒരു ഡോക്ടറെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കേണ്ടതല്ലേ? എന്താണ് നിങ്ങളുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഭരണം? നിങ്ങൾ അവിടെ അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്ന ആൾക്കാരെ പുകച്ചു കൊല്ലുന്നു. എന്നിട്ട് പറയുന്നത് ഇത് പുക കൊണ്ടല്ല മരണമെന്ന്. ആർക്കറിയാൻ മേത്ത? പുക കൊണ്ടല്ല മരിച്ചത്. അവിടെ വെളിയിൽ നിന്ന് ഡ്രൈവർമാരും അങ്ങനെയൊക്കെ യാതൊരു പരിശീലനവും കിട്ടാത്ത, ആരോഗ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് അവരുടെ ഓക്സിജൻ മാസ്കും മറ്റ് കണക്ഷൻസും ഒക്കെ പറിച്ചു കളഞ്ഞിട്ട് കൊണ്ടുപോയി. നിങ്ങളൊന്ന് ഓർക്കൂ, ഇത് ജീവന് വേണ്ടി തുടിക്കുന്ന ഹൃദയങ്ങളാണ്. ആ ജീവന് വേണ്ടി തുടിക്കുന്ന ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാട്ടെ. പോട്ടെ, ഒന്നും വേണ്ട. ആ മുറികളിലൊക്കെ ഏതു നിമിഷവും മരിക്കാവുന്ന രോഗികളെയാണ് ഈ അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്നിടുന്നത്. അവിടെ അവരൊന്ന് നോക്കാനായിട്ടൊരു ആരോഗ്യ പ്രവർത്തകൻ വേണ്ടേ? ജീവൻ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാനായിട്ടൊരു സെക്യൂരിറ്റി പ്രവർത്തകൻ വേണ്ടേ? ഇതൊരു ധർമാശുപത്രിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളല്ലേ? അതെന്തെങ്കിലും നടന്നിട്ടുണ്ടോ അവിടെ? പോട്ടെ, ആദ്യത്തെ തവണ അങ്ങനെ ഒരു തെറ്റുപറ്റി, സഹിക്കാം. പക്ഷേ രണ്ടാമത് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലോക്കിലേക്ക് ഇനി ഒരു രോഗിയെയും കൊണ്ടുപോയില്ലാന്നാണല്ലോ ആരോഗ്യമന്ത്രി വീണ ജോർജ് നമുക്ക് നൽകിയ, പത്രക്കാരിലൂടെ നമുക്ക് നൽകിയ ഉറപ്പ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടേക്ക് തന്നെ വീണ്ടും അതിൻ്റെ 1, 2, 3 ആദ്യത്തേത് OP ആണെന്ന് പറയാം, താഴത്തത് OP 1, 2, 3 നിലകളിലെല്ലാം രോഗികളെ പ്രവേശിച്ച് വീണ്ടും ഒരു സംഭ്രമവും അന്താളിപ്പും ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ അടിയന്തരമായിട്ട് ആ രോഗികളെ അവിടെ നിന്ന് മാറ്റേണ്ട സന്ദർഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്നതാണോ? അത്രമാത്രം ഉത്തരവാദിത്തമില്ലാതെ 5 ലക്ഷത്തോളം നായ്ക്കളെ കേരളത്തിൽ നിങ്ങൾ തീറ്റിപ്പൊറ്റുകയാണ്. പട്ടിണിയൊക്കെ കിടന്ന മധു വന്ന് അരിവാരി തിന്നുമ്പോൾ അവരെ അടിച്ചു കൊല്ലുകയാണ് ജനങ്ങൾ. മോഷ്ടിക്കുന്നുവെന്ന സംശയം വന്നിട്ട് പൈപ്പ് കൊണ്ട് അടിച്ചു കൊല്ലുകയാണ് അതിഥി തൊഴിലാളിയെ. ഗുണ്ടായുസം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഗുണ്ടകൾ കിടന്ന് വിളയാടുന്നു. അപ്പോൾ ഇതിന് ആളില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം അന്വേഷണം ആരംഭിക്കുകയാണ് വിജിലൻസ്. ആളില്ല, പിന്നെ കുറ്റമാണോ ആളില്ലാതെ വരും? ഇതൊക്കെയാണ് കാരണങ്ങൾ. പച്ചപ്പകരു ഇൻ്റലിജൻസും വേണ്ട, നമുക്ക് കുറച്ച് ഇൻ്റലിജൻസ്, മുഖ്യമന്ത്രിക്ക് കുറച്ച് ഇൻ്റലിജൻസ് ഉണ്ട്. ഈ ആളില്ലാത്ത കാര്യം എന്തെന്നറിയാം? പിന്നെ ആളായിട്ട് അവിടെ എത്തേണ്ടത് കൂടുതലും ആശാ വർക്കർമാർ, അവർ സംഘടിപ്പിക്കുന്നത്. കറക്റ്റ്. അല്ല, അവരെല്ലാം സമരം ചെയ്യുന്നില്ലല്ലോ. 30,000 ആശാ വർക്കർമാരുണ്ട്, അതിൽ 500 പേരേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് പ്രതിഷേധിക്കുകയാണ്. അവരുടെ പ്രതിഷേധം, ഉള്ളിലെ പ്രതിഷേധം, അത് അവരുടെ തീജ്വാലയാണ്. അല്ല, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ വരുമ്പോൾ വേഷം കെട്ടി കൊണ്ടുവന്ന് ഇരുത്തുന്നത് ഇവരെയാണ്. അവരെയാണ് സത്യം.
അല്ലാതെ തന്നെ ഇപ്പോൾ ഉത്തരവുകൾ ഇറക്കുന്നുണ്ട്. വിജയനാഥ ഒരു സാംസ്കാരിക പ്രവർത്തകനാണല്ലോ താങ്കളും. ലൈബ്രറിയിലുള്ള ജീവനക്കാരെ, ലൈബ്രറി വായിക്കാൻ വരുന്ന ആൾക്കാരെയും കൂട്ടി ലൈബ്രറിയൻ ഈ ഘോഷയാത്രകളിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞിട്ട് ഈ ലൈബ്രറിന് മുകളിലുള്ള പോസ്റ്റുകളുണ്ട്, അവിടെ നിന്ന് ഉത്തരവ് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താ? അതിന് മുകളിൽ നിന്ന് ഉത്തരവ് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക ലോകത്തെ ആകമാനം സ്വതന്ത്ര ചിന്തയിൽ നിന്ന് മാറ്റുകയാണ്. അത് രാജേന്ദ്രൻ അറിയാമോ, തിരുവനന്തപുരത്ത് ഹിന്ദി പ്രചാര സഭയിൽ അവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ മുഴുവനാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇതുപോലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വിട്ടുകൊടുക്കും. രാവിലെ അവർ കോളേജിൽ വരുന്നതാണ്, അവർക്കവിടെ പിന്നെ MA കോഴ്സോ BEd കോഴ്സോ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് വിട്ടുകൊടുക്കുക പ്രചാരസഭയുടെ തലപ്പത്തിരിക്കുന്നവർ, മന്ത്രിമാരുടെ പരിപാടികളിലൊക്കെ പോവുക. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പ്രത്യേക യൂണിഫോമിലാണല്ലോ എല്ലാവരും വരുന്നത്, അതിൽ നിന്നാണ് മനസ്സിലാക്കിയത്. യൂണിഫോം ഇട്ടവരെ കൊണ്ടിരുത്തുക, എന്ത് ചതിയ! നിങ്ങൾ വരുന്നവർ വന്നാൽ മതി. നിങ്ങൾ എന്തിനാ ഈ ഘോഷയാത്ര നടത്തുന്ന 4-ാം വാർഷികത്തിൽ? നിങ്ങൾ ഈ ഘോഷയാത്ര നടത്തി ഇത് എന്താ കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ നടത്തിക്കൊണ്ടല്ല ആളെ കൂട്ടേണ്ടത്. നിങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സദ്ഗുണം അനുഭവിച്ചവർ, അതിൻ്റെ സദ്ഫലം അനുഭവിച്ചവർ അവിടെ എത്തിയിരിക്കും. നിങ്ങൾ കൈ തൊഴാനെങ്കിൽ നിങ്ങളെ ഒന്ന് കാണാൻ വന്നിരിക്കും. നിങ്ങളോടൊരു ആദരവ് ഉണ്ടായിരിക്കണം. അതില്ല പിണറായി വിജയൻ സഖാവേ. ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുക ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ CPM-ൽ വിഭാഗീയത. നിങ്ങളുടെ കേഡറുകളല്ലേ സംഘടിപ്പിക്കേണ്ടത്. നിങ്ങൾ ഈ സർക്കാർ മെഷീനറി എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ സഖാക്കൾ പാർട്ടി എന്ന് പറയുന്ന വലിയ മെഷീനറി ഉള്ള ഒന്നല്ലേ? അതെവിടെ പോയി? കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയോ? അതാണ് പറഞ്ഞ സഖാവ് MN വിജയൻ പറഞ്ഞത്. നിങ്ങൾ പാർട്ടി ഉണ്ടാവും, പക്ഷേ പാർട്ടിയിൽ ആളുകളുണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അത് ശരിയാണല്ലോ. അതെ, പറഞ്ഞതാണ്. അതെ, പരിണാമം സംഭവിച്ചിരിക്കുന്നു സഖാവി. അതുകൊണ്ടാണ് ഇത്ര ക്ഷുഭിതനായിട്ട് ഇൻ്റലിജൻസിനെ കൊണ്ട്, അതൊരു സർക്കാർ മെഷീനറി അല്ലേ, അതിനെക്കൊണ്ട് നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, നാട്ടിലെ ക്രമസമാധാനത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, നിങ്ങളുടെ യോഗത്തിൽ ആൾ പങ്കെടുത്തില്ല എന്നുള്ളത് ജനങ്ങളെ ശിക്ഷിക്കാൻ പോവാണോ അതിൻ്റെ പേരിൽ? നിങ്ങൾ ഷാജൻ സ്കറിയെ നിങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ വേറെ ഒരു കേസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി അദ്ദേഹത്തെ ഷർട്ട് ബോർഡ് അർത്ഥനഗ്നനാക്കിക്കൊണ്ട് കൊണ്ടുപോയി. അർത്ഥനഗ്നനാക്കിക്കൊണ്ട് രാത്രി 9 എത്ര അത്യാവശ്യം എന്തുവായിരുന്നു? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം ട്രംപിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ആളാണല്ലോ ഇപ്പോഴത്തെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. വിമർശിക്കാൻ ഞങ്ങൾ ഫാസിസത്തിനെതിരെ പോരാടുന്നവരാണ്. അതിന് ആ വിമർശനത്തിന് നേരിട്ട് വയ്യാതെ ഒരു സ്ത്രീയെ കൊണ്ടൊരു കേസ് കെട്ടിച്ചമച്ച് 3 വർഷം വരെ തടവിലിടാവുന്ന ഒരു കേസ് ഏഷ്യാനെറ്റിനെതിരെ ഇതുപോലെ ആയിരുന്നല്ലോ. അതെ, പോക്സോ കേസിൽപ്പെടുത്തിക്കൊണ്ടായിരുന്നല്ലോ അവിടെ ആക്രമണം നടത്തിയത്. എന്നിട്ടെന്തായി? അതുപോലെ നാളെ ഷാജൻ സ്കറിയും പുറത്തു വരും സഖാവി. നിങ്ങൾ എത്ര പേരെ ഇങ്ങനെ നിങ്ങളെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യും? ഇപ്പോൾ ഈ പറയുന്ന എന്നെയും നിങ്ങൾ അറസ്റ്റ് ചെയ്യുമായിരിക്കും, ഒരു കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ പഹൽഗാമിലെ ഭീകരരെ പോലെ എൻ്റെ നെറ്റിക്ക് വെടിവെക്കില്ലല്ലോ, അതിവിടെ സമാധാനം. ജയിലിൽ പോയി കിടക്കാൻ നല്ല ആഹാരമുണ്ടല്ലോ, ഇപ്പോൾ നേരത്തെയുള്ള സംവിധാനമുണ്ടല്ലോ, ചപ്പാത്തി കിട്ടും, ഞാൻ വരാം, എന്നെയും അറസ്റ്റ് ചെയ്തോളൂ. പക്ഷേ ദയവ് ചെയ്ത് ഷർട്ട് ഊരിക്കൊണ്ട് അറസ്റ്റ് ചെയ്യരുത്, ഷർട്ട് എടുത്ത് വേണം കൊണ്ടുപോകാൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഷാജൻ സ്കറിയ പോയി കഴിഞ്ഞാൽ ഒരു 100,000 ഷാജൻ സ്കറിയ റിമാൻഡ് വരും. നിങ്ങളുടെ പാർട്ടി അങ്ങനെയാണല്ലോ ഉണ്ടായത്. P. ഭാസ്കരൻ്റെ പ്രസിദ്ധമായ ഗാനമുണ്ടല്ലോ, ഉയരിഞ്ഞാൻ വീണ്ടും നാടാകെ പടരും. സർ സിപ്പിയുടെ പോലീസുകാർ കൊന്നുകഴിഞ്ഞപ്പോൾ വാരിക്കുന്തവുമായി നിന്നവർ, ആയുധവുമില്ലാത്തവർ എങ്ങനെ നേരിട്ടോ അതുപോലെ തന്നെ നേരിട്ട് വെറിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് ഉയരും. നിങ്ങൾക്കുള്ള എതിരെയുള്ള പ്രതിഷേധം സ്വന്തം തല കൊണ്ട് ചിന്തിക്കുന്നവർക്കുണ്ടാവും. കോൺഗ്രസിനെ പോലൊരു പാർട്ടിയിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലെന്നും പറഞ്ഞുകൊള്ളട്ടെ. ഈ സമയത്ത് അതിൻ്റെ ഇങ്ങനെയുള്ള നിഷ്ഠൂരതകളെ മുതലെടുത്തുകൊണ്ട്, ഭരണപരാജയങ്ങളെ മുതലെടുത്തുകൊണ്ട് പുതിയൊരു ബദൽ നിർദ്ദേശങ്ങളുമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ഒരു പാർട്ടി, മുഖ്യമന്ത്രി സ്ഥാനവുമായിട്ട് വരേണ്ട ഒരു പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം പറഞ്ഞ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. ആരാണ് KPC പ്രസിഡന്റ്? അതാണിപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ആരെന്നുള്ള അല്ല കോൺഗ്രസിൻ്റെ ചർച്ച. ഒരു പ്രതീക്ഷയുമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് താങ്കൾ വീണ്ടും വരുമായിരിക്കും. അത് വരുന്നത് നിങ്ങളുടെ വിജയങ്ങൾ കൊണ്ടല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ പരാജയങ്ങൾ കൊണ്ടാണ് എന്ന് നിങ്ങളുടെ തന്നെ ഇൻ്റലിജൻസ് കൊണ്ട് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. അത്ര മാത്രമേ പറയാനുള്ളൂ. അറസ്റ്റിന് ഏത് നിമിഷവും റെഡിയായിട്ടിരിക്കുക, എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.